ഞങ്ങൾ പട്ടിണി വേണമെങ്കിലും കിടന്നോളാം. എൻ്റെ മക്കളെ രണ്ടുപേരും മരുന്ന് മുടങ്ങാതെ ഇരിക്കാനുള്ള ഒരു വഴിയൊത്താൽ മാത്രം ദൈവത്തിൻ്റെ രൂപത്തിൽ വന്ന് വീട് പണിഞ്ഞ അന്ന് അച്ഛനാണ്. ഒരു അവസ്ഥയെ കിടക്കുന്ന ഈ മോനെയും കൊണ്ട് ഈ വീട് ജപ്തിയായി കഴിഞ്ഞാൽ ഈ അച്ഛൻ എങ്ങോട്ട് ഇറങ്ങിപ്പോകും? മോനെ മരുന്ന് മേടിക്കാൻ അച്ഛനെ കൊണ്ട് ഒരു നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ ഇപ്പം ചാനലിനെ വിളിച്ചു വരുത്തി ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി എന്ത് മുന്നോട്ട് എന്ന് ചോദിച്ചപ്പോൾ ഈ അച്ഛൻ എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്. ഈ വീട്ടിൽ നിന്ന് എൻ്റെ ഈ രണ്ട് വയ്യാത്ത മക്കളെ കൊണ്ട് ഇറങ്ങേണ്ടി വന്നാൽ ഞങ്ങളുടെ 4 പേരുടെ ജീവിതം അവസാനിപ്പിക്കുമല്ല, യാതൊരു നിവൃത്തിയില്ല. 3 വർഷമായിട്ട് ഇപ്പം ചെക്കപ്പിന് പോലും കൊണ്ടുപോകാൻ ഒരു നിവൃത്തിയില്ല. ഒരു വട്ടം ചെക്കപ്പിന് കൊണ്ടുപോകണേ 15,000 രൂപ വേണം. അതുപോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. മോൻ്റെ ചെക്കപ്പ് മുടങ്ങിയിട്ട് ഒരു 3-4 വർഷമായി. ഒരു പ്രാവശ്യം പോകണമെങ്കിൽ 10-15,000 രൂപ ഇല്ലാതെ പോകാനൊക്കത്തില്ല. 15,000 രൂപ കുറയാതെ ഞങ്ങൾ പോകാനൊക്കത്തില്ല. ആംബുലൻസിന് തന്നെ 4,500 രൂപ കൊടുക്കണം. പിന്നെ മരുന്നും കൊണ്ടുപോകുന്ന കൂലിക്ക് ആളിനെ വിളിച്ചാൽ കൊണ്ടുപോകുന്നത്, അതിനുള്ള വേതനം എല്ലാം കൂടെ വരുമ്പോൾ യാതൊരു നിവൃത്തിയില്ല മോളെ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് യാതൊരു നിവൃത്തിയില്ല. കുറേ നാൾ കൊണ്ട് ഈ മോന് മരുന്ന് പോലും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പം സംസാരശേഷിയും കൂടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് മരുന്ന് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന പോലും അറിയാൻ പറ്റില്ല. ഈ കുഞ്ഞിന് എഴുന്നേറ്റിരിക്കാനുള്ളൊരു അനുഗ്രഹം ദൈവം കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ നല്ലതുപോലെ പഠിപ്പിച്ച് എടുത്ത ഒരു കുഞ്ഞ് എൻ്റെ വീടിൻ്റെ നട്ടലായിട്ട് വളർത്തിക്കൊണ്ട് വന്നതാണ്. പക്ഷേ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഏനാത്ത് 14-ാം വാർഡിലാണ്. ദാമോദരൻ എന്ന് പറഞ്ഞ ഈ അച്ഛൻ എന്നെ വിളിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇളയ മോന് ഹാർട്ടിനും തലയ്ക്കും ആയിട്ട് 9 ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലിരിക്കുക. യാതൊരു കാര്യത്തിനും ഇറങ്ങിപ്പോകാനോ ഒക്കാത്തൊരു. എത്ര വയസ്സായി മോന്? 36 വയസ്സ്. അത് കുഞ്ഞുനാൾ മുതലേ ഇങ്ങനെ? ജനിച്ചപ്പോൾ മുതലേ ഉള്ള അസുഖമാണ്. അന്ന് മുതൽ ശ്രീധര ചികിത്സയിലുമാണ്. മൂത്ത മോൻ എന്താ പറ്റി? മൂത്ത മോന് 13 വർഷത്തിന് മുമ്പ് ഒരു വീടിൻ്റെ മണ്ടയിൽ നിന്ന് വീണ് നട്ടലൊടിഞ്ഞിട്ട് ശരീരത്തിൻ്റെ സ്പൈനൽ കോഡ് കട്ടായിപ്പോയി. ശരീരത്തിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടു. എൻ്റെ കിടപ്പാനം പണയം വച്ച് എൻ്റെ മോനെ ചികിത്സിച്ച് 2 മക്കളെയും ചികിത്സിച്ച് എൻ്റെ ഭാര്യയ്ക്കും ഓപ്പറേഷനും നടത്തി. എൻ്റെ ഭാര്യയ്ക്ക് 2 ഓപ്പറേഷൻ കാലിൽ കാലിൻ്റെ അസ്ഥി കീപ്പോട്ട് വളർന്ന് പാദം ഇളകിപ്പോയിരുന്നു, ജോയിൻ്റ് ഇളകിപ്പോയി. അങ്ങനെ 8,000 രൂപയുടെ നെറ്റ് ബോൾട്ട് വാങ്ങി കാലിലിട്ട് ഇപ്പം വീട്ടിലിരിക്കുക. ഞാൻ കൂലിപ്പണിക്ക് പോയാൽ എൻ്റെ ഈ കുടുംബം ഇത്രയും നോക്കിക്കൊണ്ട് വന്നത്. ഇപ്പം എനിക്ക് 3 അറ്റാക്ക് ഉണ്ടായി. ശ്രീചിത്രയിൽ ചികിത്സയിലാണ്. എനിക്കിപ്പം ജോലിക്കൊന്നും പോകാൻ വയ്യ. ഞങ്ങൾക്ക് 3 പേർക്കും 4 പേർക്കും മരുന്ന് ഒരു 20,000 രൂപ കുറയാതെ ഒരു മാസത്തിലെ മരുന്നിന് മാത്രം ചിലവുണ്ട്. ഒരു മാസം 20,000 രൂപ. അപ്പൊ ഇത് ഈ പൈസയൊക്കെ എങ്ങനെയാ അച്ഛൻ കണ്ടെത്തുന്നത്? ഈ പൈസ കണ്ടെത്തുന്ന പല ആളുകളും ഞാൻ ജോലി ചെയ്ത് കൊടുത്തിട്ടുള്ള വീട്ടുകാരും എൻ്റെ സഹപാഠികളും എൻ്റെ അയൽവാസികളും എല്ലാവരുടെയും സഹായം കൊണ്ടാണ് ഇപ്പം ഞങ്ങൾ ഓരോ ദിവസവും ദിനങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഇനി നാളെ ഈ വീട് പണയപ്പെടുത്തിയ ബാധ്യത കൊണ്ട് എത്ര ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട് അച്ഛൻ്റെ വീട്? 13 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട് 2 ബാങ്കിലായിട്ട്. ഈ മോന്റെ ചികിത്സയിലാണ് തിരുവനന്തപുരത്തും വൈക്കത്തും അങ്ങനെ ഉള്ള വലിയ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ചികിത്സിച്ച്. പക്ഷേ യാതൊരു പരിഹാരവും ഞങ്ങൾക്ക് കിട്ടിയില്ല. മോന് ഇതുവരെ ചലനശേഷി കിട്ടിയിട്ടില്ല. പഴയ ഒരു വീട്ടിൽ ഞങ്ങൾ ടാർപ്പായിട്ട് മൂടി താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ അവസ്ഥ, ഒരു വീടിൻ്റെ അവസ്ഥ, രഞ്ജു അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ വന്ന് കണ്ടിട്ട് ഞങ്ങൾക്കൊരു വീട് പണിഞ്ഞ് തരാമെന്നും പറഞ്ഞും കൊണ്ട് അങ്ങനെ പണിഞ്ഞ് തന്ന വീട്ടിലാണ് ഞങ്ങളിപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിപ്പം വീടും ഈ സ്ഥലവും കൂടെ ജപ്തിയാവുകയാണ്. ജപ്തി ആയിക്കഴിഞ്ഞാൽ ഈ വയ്യാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് എനിക്ക് എങ്ങോട്ട് ഇറങ്ങിപ്പോകും? നേരിട്ട് കാണുന്നവർക്ക് മാത്രമേ ഈ അച്ഛൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവൂ. കാരണം 2 മക്കളും, ഒരാൾ തളർന്നു കിടക്കുകയാണ്, ഇളയ മോനും ഒരുപാട് ഓപ്പറേഷനും കാര്യവും കഴിഞ്ഞ് ഹാർട്ടിൻ്റെ അസുഖമുള്ളൊരു മോനും. ഈ 2 മക്കളെയും ചികിത്സിക്കുന്നതും ഇവർക്ക് വേണ്ട മരുന്നുകളെല്ലാം കണ്ടെത്തേണ്ടത് ഈ അച്ഛൻ്റെ ഒരു ബാധ്യതയായിരിക്കുകയാണ്. ഈ അച്ഛനും ഒരു രോഗിയാണ്. അച്ഛനും 3 അറ്റാക്ക് കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ ഇവിടുത്തെ അമ്മയാണെങ്കിൽ കാലിൻ്റെയൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞ് അമ്മയ്ക്ക് ഒന്നിനും ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ മോനെ ചികിത്സിക്കാൻ വേണ്ടി ഇവരൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് 8 ലക്ഷം രൂപയുടെ ലോൺ എടുത്തു. ഇപ്പോൾ അത് ബാധ്യതയായി 13 ലക്ഷം രൂപ കുടിശ്ശിക അടക്കം. എത്രയും പെട്ടെന്ന് ഈ ലോൺ ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്നും കൂടി ഇവർ ഇറങ്ങേണ്ട അവസ്ഥയാണ്. ഈ ഒരു 2 സുഖമില്ലാത്ത ഈ മക്കളെയും കൊണ്ട് ഈ അച്ഛൻ എങ്ങനെയാണ് തെരുവിലേക്ക് ഇറങ്ങുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഒരു നിവർത്തിയില്ലാതെ ഒരുപാട് ചാനലുകാരെ ഇവർ വിളിച്ചു. പക്ഷേ ഒരു ചാനലുകാരും ഈ ചാരിറ്റി വീഡിയോ ആയതുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല. അതാണ് ദൈവത്തിൻ്റെ രൂപത്തിൽ വന്ന് വീട് പണിഞ്ഞ അന്ന് അച്ഛനായി. ഞങ്ങൾ ഇത്രയും പേരും മരിക്കുന്നിടം വരെ ഈ അച്ഛനെ ഞങ്ങളുടെ മനസ്സിൽ നിന്നോ ഞങ്ങളുടെ ഭവനത്തിൽ നിന്നോ
മറക്കത്തില്ല. ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ ഓരോരുത്തരും ഇവരെ ഒന്ന് സഹായിക്കുക. സഹായിക്കാൻ പറ്റാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. ആ ഒരു അത്രയും അവസ്ഥ ആയതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്ത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്.